DBFS Market View സമർപ്പിക്കുന്നത് DBFS Wealth Management and Non-Banking Finance. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 484 പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റി 22,000-നടുത്ത് വ്യാപാരം അവസാനിപ്പിച്ചു. വാഹനോഹരികളിൽ 5% ഇടിവ്. ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനത്തിന് കരുത്തേകി പുതിയ ഇലക്ട്രോണിക് വെഹിക്കിൾ നയത്തിന് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ആഗോള നിക്ഷേപത്തിന് ഊന്നൽ നൽകും. മിനിമം നിക്ഷേപം 4,150 കോടി രൂപയായി ഉയർത്തി. കസ്റ്റംസ് തീരുവയിൽ 15% ഇളവ്. നേട്ടത്തിന്റെ പാതയിൽ ഇന്ത്യൻ കയറ്റുമതി മേഖല. 11.9% ഉയർന്ന് $41.4 ബില്യൺ 11 മാസത്തെ ഉയർന്ന നിരക്കിലെത്തി. വ്യാപാര കമ്മി 18.7 ബില്യൺ ഡോളറായി വർദ്ധിച്ചു. ഇറക്കുമതി 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. പലിശ നിരക്കുകൾ മാറ്റാതെ ചൈനീസ് കേന്ദ്ര ബാങ്ക്. അടിസ്ഥാന നിരക്ക് 2.5% തുടരും. റിവേഴ്സ് റിപ്പോ നിരക്ക് 1.8%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സമയപരിധി അവസാനിക്കാനിരിക്കെ പേടിഎം പേയ്മെന്റ് ബാങ്ക് ജീവനക്കാർക്ക് ജോലിക്കായി നെട്ടോട്ടമോടുന്നെന്ന് റിപ്പോർട്ട്. വിവിധ വകുപ്പുകളിലെ പുനർവിന്യാസം തിരിച്ചടിയാകുമെന്ന് ജീവനക്കാർ. ബിസിനസ് നിയന്ത്രണങ്ങൾ കാരണം പല പ്രോജക്ടുകളും മുടങ്ങിയെന്നും പരാതി. ഇനി ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. കനത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഓട്ടോ, IT, പവർ ഓഹരികളിൽ വലിയൊരു ശതമാനം ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി. ഇന്ധനവില കുറച്ചതിന് ശേഷം എണ്ണ വിപണന കമ്പനികളുടെ മറ്റു ഓഹരികളിലും ഏകദേശം 6% ഒരു നഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ വിലയിരുത്തുന്നത്. ഇനി സൂചികകളിലേക്ക് പോകുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ എല്ലാ സൂചികളിലും ഇന്ന് ഒരു നെഗറ്റീവ് മോഡിൽ അല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ ഇന്ന് 123 പോയിന്റ് ഇടിവിൽ 22,023 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 21,931 എന്ന പോയിന്റ് ആയിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി 22,000 എന്നൊരു ക്രോസ് കടന്നിരിക്കുന്നു. 22,023 നിലവിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം വളരെയധികം പ്രകടമായിരുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 195 പോയിന്റ് ഇടിവിൽ 46,594 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കുകളിൽ ഇന്ന് ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും വളരെയധികം ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ഇന്ന് 453 പോയിന്റ് ഇടിവിൽ 72,243 പോയിന്റിലാണ് സെൻസെക്സിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നെഗറ്റീവ്, ഒരു ദുർബല ആഗോള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വിപണി ഇന്നൊരു ബിയറിഷ് ട്രെൻഡിലേക്ക് വഴുതി മാറുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFSന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രിൻസ് ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നാണ്. വിപണി അറിയാം, കാശും നേടാം എന്ന സെഗ്മെന്റിൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നായ ചോദ്യങ്ങളാണ്. ഈ ആഴ്ച ക്യാഷ് പ്രസിന് അർഹമായൊരു ചോദ്യം കൃഷ്ണകുമാർ നെല്ലാനിക്കൽ എന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ നിരവധി തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനായി അത്തരം ഫേക്ക് ഫ്രാഞ്ചൈസികളുമുണ്ട്. ഇത്തരം സംഘങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ സുരക്ഷിതമായി നിക്ഷേപം നടത്താം? തീർച്ചയായിട്ടും നമ്മളിങ്ങനത്തെ എല്ലാ മേഖലകളിൽ നിന്നും വളരെയേറെ ന്യൂസുകൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ആളുകൾ പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി, അവരുടെ കാശ് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാർ അത്തരത്തിലുള്ള അനുഭവമുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു പരിധിവരെ കസ്റ്റമേഴ്സും, അതായത് ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെപ്പോഴും ഡീൽ ചെയ്യുമ്പോൾ പ്രോപ്പർ രജിസ്ട്രേഷനുള്ള, ഇപ്പോൾ ഈ രംഗത്ത് സെബിയാണ് ഇതിൻ്റെ റെഗുലേറ്റർ. സെബി അംഗീകാരമുള്ള സ്ഥാപനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പല കാറ്റഗറി ഉണ്ട്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, മ്യൂച്വൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരുടെ ലൈസൻസ് ഉള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആള് ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആളാണെന്നോ പറഞ്ഞ് നിങ്ങളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
അത് വെബ്സൈറ്റിലൂടെ ഒക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവരുമായിട്ട് മാത്രം ഡീൽ ചെയ്യുക. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടാതിരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തട്ടിപ്പിൽ ഈസി ആയിട്ട് വീഴുന്നത് എന്നുള്ളതാണ്. അവരെപ്പോഴും ഈ ഹയർ റിട്ടേൺസ് പ്രതീക്ഷിച്ചിട്ട് അവർ പറയും ഞങ്ങൾക്ക് 25% റിട്ടേൺ കിട്ടും, 30% റിട്ടേൺ കിട്ടും. അപ്പോൾ ആളുകൾക്ക് ഹയർ റിട്ടേൺസിനെ പറ്റിയുള്ളൊരു ഗ്രീഡ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി പലപ്പോഴും പെട്ടുപോകുന്നത്. അതുകൊണ്ട് നിക്ഷേപകരാണെങ്കിലും ഒരു മോഡറേറ്റ് എക്സ്പെക്ടേഷനോട് കൂടി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇതാണ് എൻ്റെ ഉത്തരം. നന്ദി. ശ്രീ പ്രിൻസ് ജോർജ്, DBFSന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അതിഥിയായി എത്തിയത്. കൃഷ്ണകുമാർ നെല്ലിയാനിക്കലിന്റെ ചോദ്യത്തിനാണ് ഉത്തരം നൽകിയത്. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി തിങ്കളാഴ്ച കാണാം. ഇനി ഇന്ന് സംഭവിച്ചതുമായി അനുരാജ അജീഷ് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.